തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചില്ലേ എറണാകുളം വടുതലയിലുണ്ടായ അയൽവാസിയുടെ ആക്രമണത്തെക്കുറിച്ച്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അയൽവാസി സ്കൂട്ടർ തടഞ്ഞു നിർത്തി തീ കൊളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ ദമ്പതികളുടെ നില ഗുരുതരമായി തുടരുകയാണ്. വടുതല സ്വദേശി ക്രിസ്റ്റഫർ, മേരി എന്നിവരാണ് സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ഉള്ളത്. ക്രിസ്റ്റഫറിന് 50% പൊള്ളലേറ്റിട്ടുണ്ട്. തീ കൊളുത്തിയ ശേഷം ജീവനൊടുക്കിയ വില്യമിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് രാവിലെ നടക്കും. ഒരു വ്യക്തിവൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് കാരണം. ഈ പൊള്ളലേറ്റ ശരീരവുമായി ക്രിസ്റ്റഫറും മേരിയും സ്കൂട്ടറിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവർ ഈ പൊള്ളലേറ്റ ശേഷം എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. ഈ ദമ്പതികളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടുണ്ടോ? എന്താണ് പോലീസ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതലായി പറയുന്നത്? ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. രണ്ടുപേർക്ക് 50%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട്. ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേരിയുടെ ആരോഗ്യനില കുറച്ച് ഗുരുതരമായിട്ട് തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള ഒരു വിവരങ്ങൾ അത് തന്നെയാണ്. രണ്ടുപേർക്കും 50%-ലേറെ പൊള്ളലുണ്ട്. ക്രിസ്റ്റഫറിനും മേരിക്കും. അതിൽ മേരിയുടെ നിലത്തിൽ അല്പം ഗുരുതരമാണ് എന്നൊരു വിവരം കൂടി ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇവരെ തീ കൊളുത്തിയ വില്യം ആത്മഹത്യ ചെയ്തിരുന്നു. വില്യത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന്. ഒപ്പം ഇവരെ ഒരു അയൽവക്കത്തെ ഒരു തർക്കമാണ് ഈ രീതിയിലേക്കുള്ള ഒരു കൊടും ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. കുറെ നാളുകളായി ഇവര് തമ്മിൽ ഒരു അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നിരവധി തവണ പരാതികൾ നൽകിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് വില്യമിനെതിരെ മറ്റ് അയൽ വീടുകളെല്ലാം തന്നെ പരാതി പലതവണ നൽകിയിട്ടുണ്ട്. ഒരു സ്ഥിരം ശല്യക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് സമീപവാസികളും ജനപ്രതിനിധികളും തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പിന്നീട് ഇവര് ഈ സ്ഥിരം ശല്യം ഉണ്ടാക്കുന്നതോടെ CCTV അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇതാണ് ഇയാളെ കൂടുതൽ പ്രകോപിതനാക്കിയത്. തുടർന്നാണ് ഇന്നലെ അവർ ഒരു പള്ളി പെരുന്നാളിന് അതിൽ പങ്കെടുത്ത ശേഷം തിരികെ ആ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് തടുത്തു നിർത്തിയ ശേഷമാണ് അവരെ തീ കൊളുത്തുന്നത്, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയെല്ലാം തന്നെ ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. നഗരമധ്യത്തിൽ നടന്ന ഒരു സംഭവം. സമീപത്തെ ആശുപത്രിയിൽ ഇവരെ രണ്ടുപേരെയും, ക്രിസ്റ്റഫറിനെയും മേരിയും വളരെ പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചുവെങ്കിലും വലിയ രീതിയിൽ തന്നെ അവർക്ക് പൊള്ളലേറ്റിരുന്നു. 50%-ലേറെ പൊള്ളലേറ്റ് ഇവർക്കും ഏറ്റിരുന്നു. ഇതിൽ മേരിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതാണ്. യെസ്, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എറണാകുളം വടുതലയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. അയൽവാസി വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് സ്കൂട്ടർ തടഞ്ഞു നിർത്തി തീ കൊളുത്തുകയായിരുന്നു ദമ്പതികളെ. അതിൽ മേരിയുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം.